ഹായ് ഡിയേഴ്സ്, നമുക്കൊരു യമ്മി ടേസ്റ്റി ക്യാരറ്റ് പായസം ആയാലോ. ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്യാരറ്റും 1/2 ലിറ്റർ പാലുമാണ് ഇവിടെ കണക്ക്. ക്യാരറ്റ് ഞാൻ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഇതാ മിക്സിയിൽ ഇതുപോലെ ജ്യൂസാക്കി എടുത്തതാണ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ. നല്ല മണമുള്ള ഒരു ചെറിയ അരി ഉണ്ടല്ലോ, ജീരകശാല. ആ അരി ഒരു അരപ്പിടി കൈപ്പിടി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് മിക്സിയിൽ പൾസ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കുന്ന പാത്രം എടുക്കുക, അതിലേക്ക് നമ്മൾ അടിച്ച ഈ ക്യാരറ്റ് ജ്യൂസ് എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ റൈസ് കുക്ക് ചെയ്തത് പൾസ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. ഇത് രണ്ടും മിക്സ് ചെയ്യുക. ആവശ്യത്തിന് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക. അതൊക്കെ മധുരത്തിന് നിങ്ങൾക്ക് ഷുഗർ മാത്രം ചേർക്കണമെങ്കിൽ അത് മാത്രം ചേർത്തിട്ടും ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ രണ്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ പാലാണ് വേണ്ടത്. പാല് ഞാൻ 1/2 ലിറ്റർ പാലിൻ്റെ കണക്കിലാണ് പറയുന്നത്. അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലത്തെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ ആ ചോറിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നന്നായിട്ട് പാല് ചൂടായി വരുമ്പോൾ നമുക്ക് 2 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അവസാനം നമ്മുടെ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരും, നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടോ. ഭയങ്കര തിക്കായിട്ടുള്ളൊരു പായസമല്ല, എന്നാൽ ഇരിക്കും തോറും നല്ല തിക്കാവുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയൊരു പായസമാണ്. ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്.